താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന? പാശ്ചാത്യരുടെ സ്വാധീനത്തിൽ മധ്യവർഗമാണ് ഇത് ആരംഭിക്കുകയും നയിക്കുകയും ചെയ്തത്. അവർക്ക് പരമ്പരാഗത സ്ഥാപനങ്ങൾ, വിശ്വാസങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയോട് വിമർശനാത്മക മനോഭാവം ഉണ്ടായിരുന്നു. ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. അവർ ജാതീയ വ്യവസ്ഥയെ അപൂർവമായി വിമർശിച്ചു എന്നത് തെറ്റായ പ്രസ്താവനയാണ്. അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചതാര്? എ.വി. കുഞ്ഞമ്പു. എ.വി. കുഞ്ഞമ്പു ആണ് അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചത്. 1930കളിൽ സ്ത്രീകൾ കൂടുതലായി പങ്കെടുത്ത കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളുടെ പട്ടിക താഴെ കൊടുക്കുന്നു. അവയിൽ ശരിയായ പൊരുത്തം തിരഞ്ഞെടുക്കുക. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം, ടി.സി. കൊച്ചുകുട്ടിയമ്മ. ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സമരം, ജയലക്ഷ്മി. ക്ഷേത്രപ്രവേശന പരിപാടി, പി.എം. കമലാവതി. ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ്. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി. ബംഗാൾ പ്രവിശ്യ വിഭജിക്കുവാനുള്ള ഉത്തരവ് കേഴ്സൺ പ്രഭു പുറപ്പെടുവിച്ചു. ഇത് ദേശീയതയുടെ വർദ്ധിച്ചുവരുന്ന വേലിയേറ്റം തടയാൻ ഉദ്ദേശിച്ചുള്ളത് ആയിരുന്നു. ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. മതപരമായ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ വിഭജിക്കുവാനുള്ള ശ്രമമായി അതിനെ ഇന്ത്യൻ ദേശീയവാദികൾ കണ്ടില്ല എന്ന പ്രസ്താവന തെറ്റാണ്. 1975 അടിയന്തരാവസ്ഥ പുറപ്പെടുവിച്ചതിനെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. ഭരണഘടനയുടെ 352 വകുപ്പ് പ്രകാരമാണ് ഇത് ചുമത്തിയത്. അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളും ഫെഡറൽ വ്യവസ്ഥകളും പൗരാവകാശങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു. ഉത്തരവുകളുടെയും നിയമങ്ങളുടെയും ഭരണഘടനാ ഭേദഗതികളുടെയും പരമ്പരകൾ എക്സിക്യൂട്ടീവിന്റെ പ്രവർത്തനം പരിശോധിക്കുവാനുള്ള ജുഡീഷ്യറിയുടെ അധികാരം കുറച്ചു. മൂന്ന് പ്രസ്താവനകളും ശരിയാണ്. ദസല എന്ന ഭൂമി റവന്യൂ സംവിധാനം സ്ഥാപിച്ചത് ആര്? അക്ബർ. താഴെ പറയുന്ന കൂട്ടുകെട്ടുകളിൽ ഏതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ ആയി പ്രതിനിധീകരിക്കുന്നത്? ഹബ്സ്ബർഗ് സാമ്രാജ്യത്തിന്റെ തകർച്ച, റഷ്യൻ വിപ്ലവം, ഐക്യരാഷ്ട്രസഭ. താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1. ദേശീയ പരമാധികാരമെന്ന അവകാശവാദമാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത്. സ്വയം പ്രതിരോധം അല്ലാതെ ഫ്രാൻസിന് ഒരിക്കലും യുദ്ധം ജയിക്കാനാവില്ലെന്ന് 1790 ദേശീയ അസംബ്ലി അവകാശപ്പെട്ടു. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവം. സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം ഏത് വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? റഷ്യൻ വിപ്ലവം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റുവിന്റെ വികസന തന്ത്രത്തിന്റെ 3 തൂണുകൾ ഏവ? അതിവേഗ വ്യവസായ കാർഷിക വളർച്ചയുടെ ആസൂത്രണം, തന്ത്രപരമായ വ്യവസായങ്ങൾക്കായി ഒരു പൊതുമേഖല, ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റുവിന്റെ വികസന തത്വത്തിന്റെ 3 തൂണുകൾ അതിവേഗ വ്യവസായ കാർഷിക വളർച്ചയുടെ ആസൂത്രണം, തന്ത്രപരമായ വ്യവസായങ്ങൾക്കായി ഒരു പൊതുമേഖല, ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ആപേക്ഷിക ഈർപ്പത്തെക്കുറിച്ച് ശരിയായിട്ടുള്ളത്? അന്തരീക്ഷത്തിൽ എത്രമാത്രം നീരാവി ഉണ്ടെന്നത് ആകെ ഉണ്ടായേക്കാവുന്നതിന്റെ നിശ്ചിത ശതമാനമാണ്. കുറഞ്ഞ ആപേക്ഷിക ഈർപ്പം താരതമ്യേന വരണ്ട അന്തരീക്ഷ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഉയർന്ന ആപേക്ഷിക ഈർപ്പം താരതമ്യേന ഈർപ്പമുള്ള അന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്നു. ആപേക്ഷിക ഈർപ്പം കൂടുതൽ ഉള്ളപ്പോൾ താരതമ്യേന വളരെ കുറച്ചു ജലം മാത്രമേ ത്വക്കിൽ നിന്ന് ബാഷ്പീകരിക്കപ്പെടുന്നുള്ളൂ. കാരണം ചുറ്റുമുള്ള അന്തരീക്ഷം താരതമ്യേന ഈർപ്പമുള്ളതും അത് ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ കൂടുതൽ ചൂട് ഉണ്ടാക്കുന്നതുമാണ്. മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതായത് ആപേക്ഷിക ഈർപ്പത്തെക്കുറിച്ച് മുകളിൽ പറഞ്ഞ പ്രസ്താവനകളൊക്കെ ശരിയാണ്. അന്തരീക്ഷത്തിൽ എത്രമാത്രം നീരാവി ഉണ്ടെന്നത് ആകെ ഉണ്ടായേക്കാവുന്നതിന്റെ നിശ്ചിത ശതമാനമാണ് ആപേക്ഷിക ഈർപ്പം. കുറഞ്ഞ ആപേക്ഷിക ഈർപ്പം താരതമ്യേന വരണ്ട അന്തരീക്ഷ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്.
ആപേക്ഷിക ഈർപ്പം താരതമ്യേന ഈർപ്പമുള്ള അന്തരീക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആപേക്ഷിക ഈർപ്പം കൂടുതൽ ഉള്ളപ്പോൾ താരതമ്യേന വളരെ കുറച്ച് ജലം മാത്രമേ നമ്മുടെ ത്വക്കിൽ നിന്ന് ബാഷ്പീകരിക്കപ്പെടുന്നുള്ളൂ. കാരണം ചുറ്റുമുള്ള അന്തരീക്ഷം താരതമ്യേന ഈർപ്പമുള്ളതാണ്. അത് ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ കൂടുതൽ ചൂട് ഉണ്ടാക്കും. താഴെ പറയുന്നവയിൽ ഏതാണ് പെരിയാർ നദിയുടെ പോഷക നദി? മംഗലപ്പുഴ, ഇടമലയാർ എന്നിവയാണ് പെരിയാറിന്റെ പോഷക നദി. ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദി. ചേരുംപടി ചേർക്കുക. ഹിമാലയത്തിന്റെ ഡിവിഷനുകളും ബന്ധപ്പെട്ടിരിക്കുന്ന നദികളുമാണ്. പഞ്ചാബ് ഹിമാലയം, ഇൻഡസ് ടു സത്ലജ്. കുമയൂൺ ഹിമാലയം, സത്ലജ് ടു കാളി. നേപ്പാൾ ഹിമാലയം, കാളി ടു ടീസ്റ്റ. ആസാം ഹിമാലയം, ടീസ്റ്റ ടു ബ്രഹ്മപുത്ര. സോ പഞ്ചാബ് ഇൻഡസ് സത്ലജ്, കുമയൂൺ സത്ലജ് കാളി, നേപ്പാൾ കാളി ടീസ്റ്റ, ആസാം ടീസ്റ്റ ബ്രഹ്മപുത്ര. അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ ഫസ്റ്റ് പഞ്ചാബ് വരുമ്പോൾ പഞ്ചാബിൽ നിന്നാണ്, ആ ഭാഗത്തു നിന്നാണ് തുടക്കം. അപ്പോൾ നമ്മൾ ഇൻഡസും സത്ലജും ഓർക്കാം. അതുപോലെ തന്നെ ആസാം എന്ന് പറയുകയാണെങ്കിൽ ഈസ്റ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ലാസ്റ്റ് വരുന്നത് ബ്രഹ്മപുത്രയായിരിക്കും കേട്ടോ. സോ ടീസ്റ്റ ബ്രഹ്മപുത്ര. അങ്ങനെ ഓർത്ത് വെച്ചാൽ നമുക്ക് ഓപ്ഷൻസ് വഴി ആൻസറിലേക്ക് എത്താം. കാറ്റിന്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? മർദ്ദവ്യത്യാസങ്ങൾ, കോറിയോലിസ് ഇഫക്റ്റ്, ഘർഷണം. ഇവ മൂന്നും കാറ്റിന്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്നുണ്ട്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. തീവ്രമായ ഭൂകമ്പ പ്രവർത്തനം ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അതിരുകളിൽ സംഭവിക്കുന്നു. ഒത്തുചേരുന്ന ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അതിരുകൾ അതിരുകളുടെ സമുദ്രഫലകങ്ങൾ സബ്ഡക്ഷന് വിധേയമാകുന്നു. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. തീവ്രമായ ഭൂകമ്പ പ്രവർത്തനം ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അതിരുകളിലാണ് സംഭവിക്കുന്നത്. ഒത്തുചേരുന്ന ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അതിരുകളുടെ സമുദ്രജലങ്ങൾ സബ്ഡക്ഷന് വിധേയമാകുന്നു. ഇപ്പം ഈ സമുദ്രഫലകങ്ങൾ വിധേയമാകുന്നത് സബ്ഡക്ഷനാണ്. ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് FRBMA 2003 ബന്ധപ്പെട്ട് താഴെ പറയുന്ന ലക്ഷ്യങ്ങളിൽ ഏതാണ് ശരി? റവന്യൂ കമ്മി പൂർണ്ണമായി ഇല്ലാതാക്കൽ, സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യത നിലനിർത്തൽ. അപ്പം FRBMA 2003 അതായത് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ടിൽ പറയുന്നത് നമ്മുടെ റവന്യൂ കമ്മി പൂർണ്ണമായും ഇല്ലാതാക്കുക, അതുപോലെ തന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത വരിക. ധനക്കമ്മി 3% കുറയ്ക്കാനാണ് പറഞ്ഞത്, 5% അല്ല. താഴെ പറയുന്ന ഡാറ്റയിൽ നിന്ന് ഫാക്ടർ വിലയ്ക്ക് NNP കണക്കാക്കുക. NNP വിപണി വില 5000 കോടി, പരോക്ഷ നികുതി 400 കോടി, സബ്സിഡി 200 കോടി. അതായത് മാർക്കറ്റിൽ ഇപ്പോൾ വിപണി വില എന്ന് പറയുകയാണെങ്കിൽ മാർക്കറ്റിലുള്ള വിലയാണ്, അത് 5000 ആണ്. മാർക്കറ്റിൽ ഒരു വില എത്തുമ്പോൾ അതിലേക്ക് ടാക്സ് ആഡ് ചെയ്തിട്ടാണ് എത്തുക. അപ്പം നമുക്കതിൻ്റെ ഫാക്ടർ വില കാണണമെങ്കിൽ, അതായത് ഫാക്ടറിയിൽ നിന്ന് അതിൻ്റെ ഒരു ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മാത്രം വന്ന കോസ്റ്റ് കാണണമെങ്കിൽ ഈ ഒരു വിപണി വിലയിൽ നിന്ന് ടാക്സ് കുറയ്ക്കണം. അപ്പം 5000-ൽ നിന്ന് ആദ്യം കുറയ്ക്കേണ്ടത് 400 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4600 ആണ്. സബ്സിഡി ഉണ്ട്. സബ്സിഡി എന്ന് പറയുമ്പം നമുക്ക് 500 രൂപയാണ് ചിലവ് വന്നതെങ്കിലും സബ്സിഡി വരുമ്പോൾ ആൾക്കാരിലേക്ക് അത് എത്തുമ്പോൾ ആ സബ്സിഡിയും കൂടി കുറച്ചിട്ടാണ് എത്തുക. അപ്പം നമ്മൾ അതായത് ഫാക്ടർ വിലയിലേക്ക് പോകുമ്പം ആ സബ്സിഡി കൂട്ടണം. കാരണം സബ്സിഡി കൊടുത്തതാണ്, റെഡിക്ക് ആ വിലയും കൂടി വരേണ്ടതാണ്. അപ്പോൾ അത് ആഡ് ചെയ്യുക. 200 ആഡ് ചെയ്യുമ്പോൾ 4800 കോടി. ഓപ്ഷൻ സി 4800 കോടിയാണ് ആൻസർ. ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതെല്ലാമാണ്? ബാങ്ക് നിരക്ക്, വേരിയബിൾ റിസർവ് ആവശ്യങ്ങൾ, CRR, SLR, തുറന്ന വിപണി പദ്ധതികൾ. ഇവയെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്. ബാങ്ക് റേറ്റും വേരിയബിൾ റിസർവ് ആവശ്യങ്ങൾ അതായത് CRR-ഉം SLR-ഉം ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസും എല്ലാം ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ വേണ്ടി RBI ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. ഇന്ത്യയുടെ ചില പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ പറയുന്നു. അവയുടെ ആരോഹണ ക്രമത്തിൽ എഴുതുക. കാർഷിക വികസനം, ദ്രുതഗതിയിലെ വ്യവസായവൽക്കരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സമഗ്ര വളർച്ച. ഓപ്ഷൻ ബി ആണ് ആൻസർ. ആദ്യം കാർഷിക മേഖലയുടെ വികസനത്തിനായിരുന്നു, പിന്നീട് വ്യവസായ മേഖല വന്നു, പിന്നെ 5ാമത്തെ പഞ്ചവത്സര പദ്ധതി ആകുമ്പോഴേക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനം,
ലാസ്റ്റ് ഘട്ടത്തിലേക്ക് വരുമ്പം സമഗ്ര വളർച്ച. 2020 സാമ്പത്തിക ശാസ്ത്രത്തിലെ നൊബേൽ പുരസ്കാരത്തിന് പോൾ ആർ മിൽഗ്രോമും റോബർട്ട് ബി വിൽസണും അർഹരായത് അവരുടെ ഏത് സംഭാവനയ്ക്കാണ്? ലേല സിദ്ധാന്തത്തിന്റെ പുനർനിർമ്മിതിക്കും പുതിയ ലേല ഫോർമാറ്റിന്റെ കണ്ടുപിടുത്തത്തിനും. തിരഞ്ഞെടുപ്പ് ഫോട്ടോ തിരിച്ചറിയൽ കാർഡിന്റെ പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് പതിപ്പ് ഏതാണ്? എപിക്. ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും എൻകാഷ് ചെയ്യുന്നതിനും അംഗീകാരമുള്ള ഇന്ത്യയുടെ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇലക്ട്രൽ ബോണ്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇഷ്യൂ ആണെങ്കിലും എൻകാഷ്മെന്റ് ആണെങ്കിലും എല്ലാത്തിനും അധികാരമുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. എന്നാൽ ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടുകൾ ഇല്ല. അധികാരങ്ങളുടെ വിഭജനം എന്ന പദം സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തി ഗവൺമെന്റിന്റെ ഒന്നിലധികം കാര്യങ്ങളുടെ ഭാഗമാവരുത്. ഗവൺമെന്റിന്റെ ഒരു കാര്യം അല്ലെങ്കിൽ ഭാഗം മറ്റു ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ നിയന്ത്രിക്കുകയോ ചെയ്യരുത്. ഗവൺമെന്റിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിന്റെ പ്രവർത്തന വ്യവഹാരം ചെയ്യരുത്. മുകളിൽ പറഞ്ഞവയെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷ അല്ലാത്തത്? ഓപ്ഷൻ എ ഹിന്ദി. താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ മേലാണ് ഗുവാഹത്തി കോടതിക്ക് അധികാരമുള്ളത്? ആസാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം. മുകളിൽ പറഞ്ഞവയെല്ലാം. ഈ 3 സംസ്ഥാനങ്ങളിലെയും ഹൈക്കോടതിയായിട്ട് പ്രവർത്തിക്കുന്നത് ഗുവാഹത്തി ഹൈക്കോടതിയാണ്. ആസാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം. ആസാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് അതിൽ തെറ്റായവ കണ്ടുപിടിക്കുക. 2, 3 എന്നീ പ്രസ്താവനകൾ ശരിയാണ്. അപ്പോൾ നമുക്ക് തെറ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം ശരിയായ പ്രസ്താവന നോക്കാം. ഇന്ത്യൻ പാർലമെന്റിന്റെ അപ്പർ ചേംബർ ഒരു സ്ഥിരം സഭയാണ്. അപ്പർ ചേംബർ ആണ് രാജ്യസഭ. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. തെറ്റായ പ്രസ്താവനകൾ നോക്കാം. രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളുടെയും തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നത് തെറ്റാണ്. കാരണം രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നവരും അതിലുണ്ട്. അതിന്റെ ചെയർമാൻ അതിന്റെ അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നതും തെറ്റായ പ്രസ്താവനയാണ്. മൗലിക അവകാശങ്ങൾ എന്നാൽ ന്യായീകരിക്കാവുന്നവ, നെഗറ്റീവോ പോസിറ്റീവോ ആകാം, ഭേദഗതി വരുത്താവുന്നവ. സമ്പൂർണമായത് അല്ല മൗലിക അവകാശങ്ങൾ. അവയിൽ ഭേദഗതിയെല്ലാം വരാവുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 9A ചേർത്തത് താഴെ പറയുന്നവയിൽ ഏതു വഴിയാണ്? 74-ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് പാർട്ട് 9A ചേർത്തത്. സോളമന്റെ തേനീച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത് ആര്? ജസ്റ്റിസ് KT തോമസ്. യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനവിക പൈതൃകം വിളിച്ചോതുന്ന കേരളത്തിലെ 2ാമത്തെ കലാരൂപം മുടിയേറ്റ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശങ്ങളിൽ പെടാത്തത്? തിരഞ്ഞെടുപ്പിൽ എത്ര പാർട്ടികൾക്ക് മത്സരിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശങ്ങളിൽ പെടുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നങ്ങൾ അനുവദിക്കൽ, വോട്ടെടുപ്പ് ചെലവുകൾക്ക് പരിധി നിശ്ചയിക്കൽ, തിരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂൾ തീരുമാനിക്കുവാനുള്ള അവകാശം. 2021 ദേശീയ സംയോജനത്തിനെക്കുറിച്ചുള്ള മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയ ചിത്രം താജ്മഹൽ. താഴെ പറയുന്നവ പ്രസ്താവനകളിൽ കോവാക്സിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. കോവാക്സിൻ COVID-19 നിർമ്മിച്ച ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിനാണ്. മണിക ബത്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടേബിൾ ടെന്നീസ്. ടേബിൾ ടെന്നീസ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് മണിക ബത്ര. അസുര കീഴടക്കിയവരുടെ കഥ എഴുതിയത് ആനന്ദ് നീലകണ്ഠൻ. അസുര കീഴടക്കിയവരുടെ കഥ ആനന്ദ് നീലകണ്ഠൻ. ആരാണ് ബാലസമുദായ പരിഷ്കരണി സഭ ആരംഭിച്ചത്? പണ്ഡിറ്റ് KP കറുപ്പൻ. എക്സസ് സമയം സംഭരിച്ച ഡാറ്റ കണ്ടെത്തുന്നതിനും വീണ്ടെടുക്കുന്നതിനും വേണ്ട സമയത്തെ സൂചിപ്പിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകൂർ ചെയ്യാത്ത സ്കെഡ്യൂളിങ്ങിന് ഒരു ഉദാഹരണം? ആദ്യം വരുന്നവർക്ക് ആദ്യം സേവനം നൽകുക. ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജി സ്റ്റാർ. ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജിയാണ് സ്റ്റാർ.
റോമൻ നമ്പർ സിസ്റ്റം എന്നത് സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റമാണ്. റോമൻ നമ്പർ സിസ്റ്റം എന്നത് സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ച വർഷം 1969. ലോക ജലദിനം മാർച്ച് 22. 2008 IT ആക്ട് 66A വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആക്ഷേപകരമായ സന്ദേശങ്ങൾ അയക്കുക. 66A ആക്ഷേപകരമായ സന്ദേശങ്ങൾ അയക്കുക. ലൂയിസ് പാസ്റ്റർ ആദ്യം വാക്സിൻ കണ്ടുപിടിച്ചത് ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ്? റാബിസ്, കോളറ, ആന്ത്രാക്സ്. 3 രോഗങ്ങൾക്കും വേണ്ടിയിട്ടാണ് ലൂയി പാസ്റ്റർ ആദ്യമായിട്ട് വാക്സിൻ കണ്ടുപിടിച്ചത്. Write the synonym of akin. Similar. I don't know if he is coming. Here, if is used to express a doubt. The house is so dirty, I really must clean it. What is the use of the modern auxiliary? So must is used as to express obligation. He dashed a large bill at the shopping center yesterday. He ran up a large bill at the shopping center. Dash war never solves anything. A war never solves anything. The train will arrive at the station dash 6:15 p.m. Exactly 6:15 p.m. Rosa Parks was thrown off the Montgomery bus for refusing to give up her seat to a white passenger. Throw off means to make someone fall down suddenly. They can't decide dash to travel north dash south. They can't decide whether to travel north or south. Rearrange the jumbled sentences in a logical manner. We are going on a holiday to the sea coast. My mom says that we must pack soon. I must remember to pack a holiday book. I'm really looking forward to it. Option B, 3, 2, 1, 4. The ball hit me straight in the dash. I tried to thread the cotton through the dash of the needle. The ball hit me straight in the eye. I tried to thread the cotton through the eye of the needle. Greek ox from little accounts grow. What is the meaning of this proverb? All great things start small. He is a dash of the old block. He is a chip of the old block. In order to travel, you need a passport dash. You might need a visa, immunization jabs, and fulfill quarantine conditions. So in order to travel, you need a passport. In addition, you might need a visa. I have seen her a few times this year, but not very often. When I got to the hospital, she was sitting in the waiting room. I will wait until I see him. I waited until 9 o'clock and then went home. You have to take an exam to pass the course. My daughter is quite shy. However, she is an aggressive player in the badminton court. Identify the correct spelling. Colloquial. COLLOQUIAL. ശരിയായ പദമേത്? അവധൂതൻ. ഇൻ അക്കോർഡൻസ് വിത്ത്. ഉചിതമായ മലയാള പരിഭാഷ അതനുസരിച്ച്. ഒറ്റപ്പദം എഴുതുക. ഗുരുവിന്റെ ഭാവം ഗൗരവം. ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദം വമ്രി. വിപരീത പദം എഴുതുക. രസം നീരസം. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലി ഇലയിട്ടു ചവിട്ടുക. യാചകൻ എതിർലിംഗം യാചകി. യാചകൻ യാചകി. സലിംഗ ബഹുവചനം മിടുക്കന്മാർ. സലിംഗം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അത് ഏത് ലിംഗമാണെന്ന് മനസ്സിലാവും. സോ കുട്ടികളെന്ന് പറഞ്ഞാലും ജനങ്ങളെന്ന് പറഞ്ഞാലും അധ്യാപകർ എന്ന് പറഞ്ഞാലും ഇതെല്ലാം മിക്സ് ആണ്. എന്നാൽ മിടുക്കന്മാർ എന്ന് പറയുകയാണെങ്കിൽ അത് ബോയ്സിനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി പിരിച്ചെഴുതുക. ഇന്നി ഇ പ്ലസ് നീ.